മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷത്തിൽ ജെയ്റോസിൻ്റെ മകളെ ഈശോ ജീവനിലേക്ക് കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ 12 വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് കർത്താവ് സൗഖ്യം നൽകുന്നു. അങ്ങനെ 2 സംഭവങ്ങൾ ഒരേ ഭാഗത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടത്. ഞാനിങ്ങനെ ഈ സുവിശേഷ ഭാഗം വായിച്ചു പോയപ്പോൾ ചിന്തിക്കുകയായിരുന്നു, ജെയ്റോസിൻ്റെ മകള് മരിച്ച് അടുത്ത നിമിഷം തന്നെ ഇങ്ങനെയാ പറഞ്ഞത്, അല്പം മുമ്പ് എൻ്റെ മകൾ മരിച്ചു എന്നാണ് ജെയ്റോസ് വന്ന് കർത്താവിനെ കണ്ടു പറയുന്നത്, അല്ലെങ്കിൽ ഭരണാധികാരി വന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചാൽ, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ ആരെങ്കിലും മരിച്ചാൽ, നമുക്ക് വേറെ എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റും. ആ സമയത്ത് സ്വാഭാവികമായിട്ട് മനസ്സ് വല്ലാതെ ഭാരപ്പെട്ടും അസ്വസ്ഥപ്പെട്ടൊക്കെ നിൽക്കുകയാണ്. ഇപ്പോൾ മകള് മരിച്ച് കിടക്കുന്ന സമയത്ത് ഈ ഭരണാധികാരി അവിടെ നിന്ന് ഇറങ്ങി കർത്താവിൻ്റെ അടുത്തേക്ക് വന്നു, യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. മാനുഷികമായും വൈകാരികമായൊക്കെ ചിന്തിച്ചാൽ നടക്കാത്തൊരു കാര്യമാണ്. കാരണം അത്രയും സ്വന്തം മകളുടെ വേർപാടിൻ്റെ ദുഃഖത്തിൽ, ഒരുപക്ഷെ മകളുടെ ആ മരണക്കിടക്കയുടെ അടുത്ത് ഒരപ്പനും അമ്മയും കൂടപ്പുറപ്പുകളൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണല്ലോ. ആ സമയത്ത് വേറെ പുറത്തോട്ട് പോക്കൊന്നുമില്ല, അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ, അങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ജെയ്റോസ് അവിടെ നിന്ന് എഴുന്നേറ്റ് മകൾ മരിച്ചു കിടക്കുമ്പോഴും അവിടെ നിന്ന് ഓടി യേശുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. കാരണം ആ പ്രശ്നത്തിലുള്ള പരിഹാരം കർത്താവിലുണ്ട് എന്ന് ഈ മകൻ വിശ്വസിച്ചിരുന്നു. തൻ്റെ മകൾ മരിച്ചെങ്കിലും മകളെ ജീവനിലേക്ക് കൊണ്ടുവരാൻ ഈശോയ്ക്ക് പറ്റുമെന്നുള്ള വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് അത്രയും വലിയ പ്രതിസന്ധിയുടെ നടുവിൽ, അത്രയും വലിയ ഞെരുക്കത്തിൻ്റെ, സഹനത്തിൻ്റെ, വേർപാടിൻ്റെ ദുഃഖത്തിൻ്റെ നടുവിലും അതിനേക്കാൾ ഉപരിയായി കർത്താവിങ്കിലേക്ക് വിശ്വാസത്തോടെ ഈ പറയുന്ന ജെയ്റോസിന് ഓടാൻ പറ്റിയത്. ഇനി രണ്ടാമത്തെ സംഭവത്തിൽ നമ്മൾ കാണുകയാണ്, വലിയ ജനക്കൂട്ടം തിങ്ങിക്കൂടിയിട്ടുണ്ട് ഈശോ പോകുമ്പോൾ. ഈ ജനക്കൂട്ടത്തിൻ്റെ നടുവിലും ഈ രക്തസ്രാവക്കാരി സ്ത്രീ വിശ്വസിച്ചു, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ എനിക്ക് സൗഖ്യമുണ്ടെന്ന്. 2 പേരുടെയും പൊതുവായ കോമൺ ആയിട്ടുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, 2 പേർക്കും ആഴമായ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തേതും രണ്ടാമത്തേതും തമ്മിൽ ചെറിയൊരു വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. ആദ്യത്തേതിൽ ജെയ്റോസിൽ സംഭവിച്ചത്, തനിക്കൊരു കഠിനമായ പ്രശ്നമുണ്ടായപ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ, ജീവിതത്തിൽ താങ്ങാൻ പറ്റാത്തൊരു ദുഃഖത്തിൻ്റെ നടുവിൽ, സങ്കടത്തിൻ്റെ നടുവിൽ നിന്നപ്പോഴും ജെയ്റോസ് ആദ്യം യേശുവിനെ കുറിച്ച് ചിന്തിച്ചു. ആ പ്രശ്നവുമായിട്ട് യേശുവിങ്കിലേക്ക് ആദ്യം തന്നെ ഓടാൻ തീരുമാനമെടുത്തു. എന്നാൽ ഈ 12 വർഷം രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീയുടെ ജീവിതം പരിശോധിച്ചാൽ, മർക്കോസിൻ്റെയും ലൂക്കായുടെ സുവിശേഷമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പ്രത്യേകിച്ച് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഇതേ സംഭവം നമ്മൾ കാണുന്നുണ്ട്. അതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, അവൾക്കുണ്ടായിരുന്നതെല്ലാം വിറ്റുപിറക്കി ഒത്തിരി വൈദ്യന്മാരുടെ അടുത്ത് പോയി, എവിടെയൊക്കെ പോയ അവിടെ നിന്നും അവൾക്ക് സൗഖ്യം കിട്ടിയില്ല. ഈ പോകാവുന്നിടങ്ങളിലെല്ലാം പോയി, സൗഖ്യം കിട്ടാൻ സാധ്യതയുള്ള എല്ലായിടത്തും പോയി, എല്ലാ ഡോക്ടേഴ്സിനെയും കണ്ടു, എല്ലാ വൈദ്യന്മാരെയും കണ്ടു, ഉണ്ടായിരുന്ന കാശും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടു. അവസാനമാണ് യേശുവിൻ്റെ അടുത്ത്, അവൻ്റെ അടുത്ത് എനിക്ക് സൗഖ്യമുണ്ടെന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നത്. 2 പേർക്കും വിശ്വാസം ആഴമായിരുന്നെങ്കിലും ജെയ്റോസിന്റെ വിശ്വാസം ഒരു പ്രശ്നത്തിൽ ആദ്യം അവൻ കർത്താവിനെ അന്വേഷിച്ചു. രക്തസ്രാവക്കാരി സ്ത്രീ എല്ലാ വഴികളും അടഞ്ഞ് ഇനി യേശുവിൽ മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ എന്ന് മനസ്സിലാക്കി യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അനുദിന ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും, നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. നമുക്ക് പലർക്കും പലപ്പോഴും ജെയ്റോസിന്റെ പോലത്തെ ഒരു വിശ്വാസം കിട്ടാറില്ല. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ ആ പ്രശ്നവുമായിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരാൻ, ഒരു പ്രതിസന്ധി നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു ജീവിതത്തിൻ്റെ കഠിനമായ അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ ആ അനുഭവമായി യേശുവിൻ്റെ അടുത്തേക്ക് വരാനും യേശുവിന് അത് പരിഹരിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് പലർക്കും പറ്റില്ല. പിന്നെയോ നമ്മളെല്ലാ വഴികളും അന്വേഷിച്ച്, പോകാവുന്നിടത്തൊക്കെ പോയി, മുട്ടാവുന്ന വാതിലുകളൊക്കെ മുട്ടി, അന്വേഷിക്കാവുന്ന സകല മാനുഷികമായ അന്വേഷണങ്ങൾക്കും ഒടുവിൽ അവസാനം കർത്താവിങ്കിലേക്ക് തിരിയുന്നവരാണ് നമ്മളിൽ പലരും. വേറെ ഒരു വഴിയില്ല, ഇനി രക്ഷപ്പെടാൻ വേറെ ഒരു സാധ്യതയില്ല, ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം വേറെ കണ്ടെത്താൻ പറ്റണില്ല, അതുകൊണ്ട് കർത്താവിങ്കിലേക്ക് വരുന്നു. ജെയ്റോസിന്റെ വിശ്വാസത്തിലേക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉയർത്തപ്പെടേണ്ടത്. കാരണം ഏതൊരു പ്രശ്നം ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നാലും
ആ പ്രശ്നവുമായിട്ട് ആദ്യം കർത്താവിങ്കിലേക്ക് പോകാൻ. അത് ജെയ്റോസ് സ്വന്തം മകള് മരിച്ചു കിടക്കുമ്പോൾ പോലും ആ മരണവാർത്ത അറിഞ്ഞപ്പോൾ ജെയ്റോസ് ഓടിയത് കർത്താവിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് വന്നിട്ട് പറഞ്ഞ എന്നാ, നിനക്ക് എൻ്റെ മകളെ ജീവനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഞാൻ വിശ്വസിക്കുന്നു മരിച്ചുപോയ എൻ്റെ മകളെ ഈശോ അവിടെ കടന്നു ചെന്നപ്പോൾ കുഴലൂത്തുകാരും ബാക്കിയുണ്ടായിരുന്നവരൊക്കെ കർത്താവ് അവള് ഉറങ്ങുകയാണ്, മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഈശോയെ പരിഹസിക്കാനുണ്ടായത്. മറ്റുള്ളവരെല്ലാവരും പരിഹസിക്കുമ്പോൾ സ്വന്തം മകളുടെ വേർപാടിൻ്റെ ദുഃഖത്തിൻ്റെ നടുവിലും കർത്താവിൽ പരിഹാരമുണ്ടെന്ന് വിശ്വസിച്ചവനാണ് ജെയ്റോസ്. ഇനി സുവിശേഷം അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്, കർത്താവ് അവളെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ച് ജീവനിലേക്ക് കൊണ്ടുവന്നു. ഒരാത്മീയ മരണത്തിലേക്ക് വീണുപോയൊരു ജീവിതം കർത്താവിൻ്റെ കൈക്ക് പിടിച്ച് എഴുന്നേക്കാൻ തക്ക വിധത്തിൽ ബലമുള്ളതായി നമ്മുടെ ജീവിതം മാറണം. എത്ര കണ്ട് ആത്മീയമായ മരണത്തിലേക്ക്, പാപത്തിൻ്റെയും പൈശാചികത സ്വാധീനത്തിൽ എത്ര കണ്ട് ആത്മീയ മരണത്തിലേക്ക് പോയാലും ആ മരണത്തിൽ നിന്നും കർത്താവിൻ്റെ കരം പിടിച്ചാൽ ജീവനിലേക്ക് വരാൻ പറ്റും എന്നുള്ളൊരു സന്ദേശം കൂടി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷം അവസാനിപ്പിക്കുന്നത്. ഒരു ജീവിതത്തിൻ്റെ ഭൗതികമായ ജീവിതമാകട്ടെ, ആത്മീയ ജീവിതമാകട്ടെ, എവിടെയൊക്കെ നമുക്ക് നഷ്ടങ്ങളും പരാജയങ്ങളും തളർച്ചകളും തകർച്ചകളും മരണം വരെ സംഭവിച്ചത് വന്നാലും കർത്താവിങ്കിലേക്ക് നമ്മൾ ജീവിതത്തെ ചേർത്ത് വയ്ക്കാൻ തയ്യാറായാൽ നമുക്ക് ജീവിതം പുനരാരംഭിക്കാൻ പറ്റുമെന്നും ജീവിതത്തിന് ഒരു 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 ജീവൻ ഉയർപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. അതുകൊണ്ട് ഈ ജെയ്റോസിന്റെ വിശ്വാസത്തിലേക്ക് നമ്മൾ ഉയർത്തണമെന്നും നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും ആദ്യം കർത്താവിനെ അന്വേഷിക്കുന്നവരായി ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.